നമസ്കാരം, ഞാൻ അമ്മു ഔസേപ്പച്ചൻ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സസൈസ് ഷോൾഡർ റൊട്ടേഷൻ ആണ്. സോ അതിനു വേണ്ടിയിട്ട് പറഞ്ഞതുപോലെ നമ്മളിപ്പോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊസിഷൻ, കാല് ഗ്യാപ്പ് ഇട്ടേണു, നിവർന്ന് നിന്നേണു. ഇതും നിങ്ങൾക്ക് എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസും കൂടിയാണ്. ഇപ്പൊ ഞാനിത് നിന്നുള്ള പോസ്റ്ററിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തേണു. നേരെ നോക്കുക. ഇതിന് നമ്മൾ കൈ യൂസ് ചെയ്തത് ഇവിടെ ഷോൾഡറിൽ കൈ ഇങ്ങനെ വെച്ചേക്കാണ്, രണ്ട് സൈഡില്. നേരെ നോക്കുക. എക്സസൈസ് ഒരു ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ഒരു 4 റൊട്ടേഷൻ ആണ് ക്ലോക്ക് വൈസ് ചെയ്യുന്നതെങ്കിൽ സെയിം 4 റൊട്ടേഷൻ തന്നെ ആന്റി ക്ലോക്ക് വൈസ് ഈക്വൽ ആയിട്ട് ആ കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ എക്സസൈസ് ഇങ്ങനെയാണ്: ത ക ദി മീ ത ക ദി മീ ത ക ദി മീ ത ക ജോ നോ റിവേഴ്സ് ത ക ദി മീ ത ക ദി മീ ത ക ദി മീ ത ക ജോ നു. ഇങ്ങനെയാണ് ഞാൻ ഈ എക്സസൈസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇങ്ങനെ സൈഡ് നിൽക്കുവാണെങ്കിൽ കൈ ഇത്രയും ബാക്ക്വേർഡ്സ് ആണ്. നമ്മൾ ഈ ചെയ്തപ്പോ കൈ ഇത്രയും ബാക്കിലേക്കാണ് പോയത്, അല്ലാതെ ഇതിങ്ങനെ ഒരു നോർമൽ പൊസിഷൻ അല്ല. ഇങ്ങനെ സൈഡ് അല്ല വരുന്നത്, കുറച്ചേറെ ഇങ്ങനെ ബാക്കിലേക്ക് സ്ട്രെച്ചായി, തിരിച്ചും സൈഡ് അല്ല, കൈ കുറേയേറെ ബാക്കിലേക്ക് പോയിട്ടാണ് ഇങ്ങനെ മുൻപിലേക്ക് വരുന്നത്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് പോലെയാണ്, ആദ്യം ഈ ഒരു ആക്ഷൻ ചെറുതായിട്ട് കിട്ടിക്കോട്ടെ, പിന്നെ ഞാൻ ഈ പറയുന്ന ഒരു ഫൈനൽ ടാർഗറ്റിലേക്ക് നിങ്ങൾ എത്തിയാൽ മതി. ആദ്യം ജസ്റ്റ് ഓരോ പൊസിഷനും കറക്റ്റ് ആക്കി, ആദ്യം ഒരു ചെറിയ ചെറിയ എക്സസൈസുകൾ ആവട്ടെ, ചെറിയൊരു എക്സസൈസ് ബോഡിയിൽ നടക്കട്ടെ, എന്നിട്ട് അത് പോകെ ഞാൻ ഈ പറയുന്ന ഫൈനൽ ടാർഗറ്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത എക്സസൈസ് ആയിട്ട് വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.